ആത്മീക വിഷയങ്ങളോട് കാണിക്കുന്ന നിസ്സംഗത, അവഗണന, അത് നമ്മുടെ ആത്മീക ജീവിതത്തെ വളരെയധികം ബാധിക്കും. അത്തരത്തിലുള്ള ശീലങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആത്മീയ കൂട്ടായ്മയെ നിങ്ങൾ വെറുക്കുന്നുവെങ്കിൽ, ഉപേക്ഷിക്കുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ആത്മീക ബന്ധങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എങ്കിൽ അതൊരു ദുശ്ശീലമാണ്. നിങ്ങൾക്ക് ആത്മീക വിഷയത്തിൽ വളരുവാനായിട്ട് കഴിയില്ല, പക്വതയിലേക്ക് ഉയരുവാനായിട്ട് കഴിയില്ല. ഇന്ന് പല ആളുകൾക്കും ആത്മീയമായിട്ടുള്ള ബന്ധങ്ങളും കൂട്ടായ്മകളും ഒന്നുമില്ല. വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അവിടെ ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. ചിലർ ചെയ്യുന്നതുപോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. പല ആളുകൾക്കും ഇന്ന് ആലയത്തിൽ പോകുന്നതും ഒരു പുരോഹിതൻ പങ്കുവെക്കുന്ന വചനങ്ങളും ആത്മീയ ശിക്ഷണങ്ങളും ഒക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒന്നും ഇഷ്ടമല്ല. അവസാനം സംഭവിക്കുന്നത് എന്നാണെന്നറിയാമോ? കൂട്ടായ്മ നഷ്ടപ്പെടുത്തി ആത്മീക വിഷയത്തിൽ തണുത്തുപോകും. ആ എരിവ് നഷ്ടപ്പെടും. ആ ബന്ധങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ടുന്ന ശാക്തീകരണം ഇല്ലാതെയാകും. നോക്കൂ, ഈ വചനത്തിൻ്റെ, അതായത് എബ്രായ ലേഖനം 10-25 2-ാം ഭാഗത്തിൽ ഈ സഭായോഗങ്ങളിൽ നാം പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നവിടെ പറയുന്നുണ്ട്. അന്യോന്യം പ്രബോധിപ്പിക്കുകയും കർത്താവിൻ്റെ ദിവസം സമീപിക്കുന്നു എന്ന് കാണുകയാൽ അധികമായി മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൂട്ടായ്മയിലൂടെയാണ്. ഓരോ തവണയും ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഓർക്കുക, ഇതൊരു ദുശ്ശീലമാണ്. മാത്രമല്ല, ഇത് നമ്മെ ആത്മീക വിഷയത്തിൽ ദുർബലരാക്കുന്നു, ശക്തിയില്ലാതെയാക്കുന്നു. അതുകൊണ്ട് കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുത്ത് പരസ്പരം പങ്കുചേർന്ന് ആത്മീകമായി പ്രബോധിപ്പിച്ചും പ്രാർത്ഥിച്ചും ആ സ്നേഹബന്ധത്തിൽ വളർന്നും മുമ്പോട്ട് പോകുവാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആത്മീക വിഷയങ്ങളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ ഈ വചനധ്യാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗോഡ് ബ്ലസ് യു.